ഇതാണ് സാംസങ് ഗാലക്സി S24. ഈ ഒരു ഫോണിന്റെ വീഡിയോ കുറെ പേരായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അൾട്രയുടെ വീഡിയോ ചെയ്ത സമയം തൊട്ട് ചോദിക്കുന്നതാണ്. എല്ലാവർക്കും ആകാംക്ഷയുണ്ട് ഇത് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ. കാര്യം വേറൊന്നുമല്ല, ഇതിനകത്തിരിക്കുന്ന കാരണഭൂതൻ എക്സിനോസ് 2400 ഈ ഒരു പ്രൊസസ്സർ എങ്ങനെയുണ്ട്, നല്ലതാണോ എന്നുള്ള കൺഫ്യൂഷൻ തന്നെയാണ്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, അത്യാവശ്യം ഇംപ്രസീവ് ആണ് ഈ ഒരു പ്രോസസ്സർ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ വീഡിയോയിൽ ഈ ഫോണിന്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ പറയുന്നുണ്ട്, വിത്ത് ഗുണങ്ങളും ദോഷങ്ങളും അടക്കം. ആദ്യം തന്നെ ഒരു ക്വിക്ക് അൺബോക്സിംഗ്, അത് കഴിഞ്ഞിട്ടാവാൻ ബാക്കിയല്ല. ഈ കാണുന്നതാണ് ഗാലക്സി S24ന്റെ ബോക്സ്. ഓപ്പൺ ചെയ്യുമ്പോൾ S24 ഇരിക്കുന്നുണ്ട്. അതുകൂടാതെ സിം ടൂള്, ഡോക്യുമെന്റേഷൻ, ചാർജിങ് കേബിൾ, ഇത്രയും കാര്യങ്ങളാണ്. 24 പ്ലസിലും സെയിം തന്നെയാണ്. ഫോൺ, ഡോക്യുമെന്റേഷൻ, കേബിൾ, സിം ടൂൾ എല്ലാം മാറ്റി വെച്ചാൽ ഫോണുകൾ കയ്യിലേക്ക് എടുക്കാം. അപ്പോൾ ഈ ഫോണുകളുടെ കാര്യങ്ങൾ ആദ്യം തന്നെ ഗാലക്സി AI ഫ്യൂച്ചറുകൾ ഇതിലേക്കും വരുമോ, അൾട്രയിലുള്ള ഫ്യൂച്ചറുകൾ ഇതിലേക്കും വരുമോ, ആ ചോദ്യത്തിന് ആൻസർ പറഞ്ഞിട്ടാവാം ബാക്കിയെല്ലാം. ആദ്യം തന്നെ സർക്കിൾ ടു സെർച്ച് ഇതിൽ വരുന്നുണ്ടോ? വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ജസ്റ്റ് സർക്കിൾ വരച്ചു കൊടുത്താൽ താഴെ റിസൾട്ട് വരുന്നുണ്ട്. ലൈവ് ട്രാൻസ്ലേറ്റ്, കോൾ ചെയ്യുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സംവിധാനം വരും. അതായത് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, അപ്പുറത്ത് നിങ്ങൾ ഹിന്ദിയിലാണ് പറയുന്നതെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇങ്ങോട്ട് കേൾപ്പിച്ച് തരുന്ന സംവിധാനം. പിന്നെ ചാറ്റ് അസിസ്റ്റ് അതും വരുന്നുണ്ട്. അതായത് ഒരു ചാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ തന്നെ അപ്പുറത്ത് ഹിന്ദിയിലേക്കാണ് ആ മെസ്സേജ് പോകേണ്ടതെങ്കിൽ കൺവേർട്ട് ചെയ്ത് ഹിന്ദിയിലേക്ക് ആക്കിക്കൊണ്ട് മെസ്സേജ് പോകുന്ന സംവിധാനം ഇവിടെയും വരുന്നുണ്ട്. പിന്നെ ട്രാൻസ്ക്രിപ്റ്റ് അസിസ്റ്റ്, അതായത് ഇന്റർപ്രറ്റർ മോഡ് ഓൺ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ കയ്യിൽ പിടിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന ഇംഗ്ലീഷിനെ അപ്പുറത്ത് ഹിന്ദിയിലേക്ക് അല്ലെങ്കിൽ മറ്റു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾപ്പിക്കും. അത് ഭംഗിയായിട്ട് വർക്ക് ചെയ്യും. പിന്നെ നോട്ട് അസിസ്റ്റ്, അതായത് ഒരു വലിയ പാരഗ്രാഫ് ഇട്ട് കൊടുത്തിട്ട് അതിനെ സമ്മറൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറൈസ് ചെയ്ത് തരുന്ന പരിപാടി അത് ഇതിനകത്തും വരുന്നുണ്ട്. പിന്നെ ഫോട്ടോ അസിസ്റ്റ്, അതായത് നമ്മളൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിലൊരു ഒബ്ജക്റ്റിനെ മാറ്റി ഒന്ന് പ്ലേസ് ചെയ്യണമെങ്കിൽ മാറ്റി പ്ലേസ് ചെയ്യുമ്പോൾ ആ ബ്ലാങ്ക് ഏരിയ അടക്കം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഫില്ല് ചെയ്ത് തരുന്ന ആ സംവിധാനം ഇതിനകത്തും വരുന്നുണ്ട്. സോ മൊത്തത്തിൽ ഒരുവിധം എല്ലാ ഗാലക്സി AI ഫീച്ചേഴ്സും ഇതിനകത്തും വരുന്നുണ്ട്. അത് തന്നെ ഓൺ ഡിവൈസും ക്ലൗഡ് ബേസ്ഡും രണ്ട് രീതിയിലും വർക്ക് ചെയ്യും. നെറ്റില്ലെങ്കിലും ഇത് കൃത്യമായിട്ട് പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം വർക്ക് ചെയ്യും. നെറ്റ് കൂടി കണക്ട് ചെയ്യുകയാണെങ്കിൽ ക്ലൗഡ് ബേസ്ഡ് കൂടി ആയിക്കൊണ്ട് കുറേ കൂടി ബെറ്റർ ആയിട്ടും വർക്ക് ചെയ്യും. പക്ഷേ ഇതൊക്കെ ഒരു വർഷം കഴിയുമ്പോൾ ഒരു ചാർജ് ഈടാക്കുമെന്ന് പറയുന്നത് മാത്രമാണ് എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തത്. സോ അതൊന്ന് തീർച്ചയായിട്ടും മനസ്സിൽ വെച്ചോളൂ. ഇനി ഇതിന്റെ മറ്റ് സാധാരണ ഭാഗങ്ങളിലേക്ക് വരാം. ആദ്യം ഡിസൈൻ. ഒറ്റ നോട്ടത്തിൽ കഴിഞ്ഞ വർഷത്തെ അതേപോലെ തന്നെ ഉണ്ടല്ലോ എന്ന് തോന്നുമെങ്കിലും അത് സത്യമാണെങ്കിലും ഡിസൈനിൽ ആർമർ അലുമിനിയം ഫ്രെയിം കൊടുത്തിരിക്കുന്നു എന്നുള്ളത്, അത് മാറ്റ് ഫിനിഷോട് കൂടി കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഒരു അപ്ഗ്രേഡ് ആയിട്ട് തന്നെ പറയാം. കാരണം ഒന്നും കൂടി എക്സ്ട്രാ പ്രീമിയം ലെവൽ തോന്നിക്കുന്നുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്കത് തോന്നുന്നുണ്ടോ എന്ന് നോക്കുക. ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, IP68 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ സ്ട്രോങ് ആണ്, ബെറ്റർ ഫീലും ബെറ്റർ ലുക്കും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഡിസ്പ്ലേ ഒക്കെ ബെസിൽസ് വളരെ ചെറുതാണ് എന്നുള്ളതും ഫ്രണ്ടിലെ അട്രാക്ഷൻ നിലനിർത്തുന്നുണ്ട്, നന്നാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഓവറോൾ പഴയ പോലെ തന്നെ അല്ലേ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ സമ്മതിക്കാതെ വയ്യ. സോ അപ്പോൾ ആ ഒരു ഭാഗത്തിൻ്റെ കാര്യം അങ്ങനെയാണ്. ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. 2600 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. ഇതിൽ ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. ബട്ട് പ്ലസ് വേരിയന്റിലേക്ക് വരുമ്പോൾ നമുക്ക് ക്വാഡ് HD ഡിസ്പ്ലേ, നമ്മുടെ അൾട്രയിലൊക്കെ ഉള്ള പോലത്തെ ക്വാഡ് HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് 6.2 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. പ്ലസിലേക്ക് വരുമ്പോൾ 6.7 ഇഞ്ച് ഡിസ്പ്ലേ ആണ്, ക്വാഡ് HD ഡിസ്പ്ലേ. രണ്ടായാലും 1 to 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. സോ അതും ഒരു നല്ല അപ്ഗ്രേഡ് ആണ്. എന്തായാലും സാംസങ്ങിന്റെ ഡൈനാമിക് 2x AMOLED ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാവില്ല. വിഷൻ ബൂസ്റ്റർക്ക് അടക്കം നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. കൂടുതലൊന്നും ഞാൻ ഇതിനെക്കുറിച്ച് പറയണ്ടല്ലോ. രണ്ട് ഡിസ്പ്ലേ ആയാലും ടോപ്പ് ക്വാളിറ്റിയാണ്, ഒരു ഇഷ്യൂ ഇല്ല. ഇനി ഫോണുകളുടെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 50 മെഗാ പിക്സലിന്റെയാണ് മെയിൻ ക്യാമറ, 12 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറ, 10 മെഗാ പിക്സലിന്റെ 3x ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ 2x ഒപ്റ്റിക്കൽ ക്വാളിറ്റി സൂമും കിട്ടും. മറ്റേ 3x എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ സൂമാണ്, 3x 2x എന്ന് പറയുമ്പോൾ ഒപ്റ്റിക്കൽ ക്വാളിറ്റി സൂമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് 12 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് നൈറ്റ് വീഡിയോ ക്വാളിറ്റി ആണ്. അത് നൈറ്റ് എന്ന് വെച്ചാൽ ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷനിലെ ഡീസന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻ ക്യാമറ കൊണ്ട് വീഡിയോ എടുക്കാം. സെൽഫി വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ സെൽഫി വീഡിയോ, സ്റ്റേബിൾ ആയിട്ട് 4K വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഡേ ലൈറ്റിലെ സെൽഫി വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അതും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വന്നിട്ടുണ്ട്. നോർമൽ 1x വീഡിയോ ഡേ ലൈറ്റിൽ നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു ക്വാളിറ്റിയാണ് വരുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെയുണ്ട്. 3x സൂം ചെയ്തെടുക്കാൻ പറ്റും വീഡിയോ, അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് നിങ്ങൾ ഈ കാണുന്നത്. സോ അത്യാവശ്യം നല്ലൊരു 3x സൂം വീഡിയോ എന്ന് പറയാമല്ലേ. വലിയ ഗുണമല്ല, തരക്കേടില്ല. നൈറ്റ് വീഡിയോ ശരിക്കും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ രീതിയാണ് 1x. 3x നിങ്ങൾക്ക് ഇവിടെ കാണാം. 3x നിന്നും 10x കൊടുക്കാം. അപ്പോൾ ഈ കാണുന്ന ഒരു ക്വാളിറ്റിയാണ് വരിക. നൈറ്റ് വീഡിയോ AI സൂമിൻ്റെ സപ്പോർട്ടാണ് വരുന്നത്. നൈറ്റ് സെൽഫികൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നൈറ്റ് സിറ്റുവേഷനിലെ സെൽഫികളൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഡേ ലൈറ്റ് സെൽഫികളും നിങ്ങൾക്ക് ഇവിടെ കാണാം. അതും അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മെയിൻ ക്യാമറ, പോർട്രേറ്റ് ഇമേജുകൾ, നോർമൽ ഇമേജുകൾ, ഡേ ലൈറ്റ് എല്ലാം അത്യാവശ്യം നന്നായിട്ട് വന്നിരിക്കുന്നു. ഫോട്ടോസിൻ്റെ കാര്യത്തിൽ സാംസങ് ഇത്തവണയും അടിപൊളി തന്നെയാണ്. 1x, 3x, 10x എല്ലാം കാണിക്കുന്നുണ്ട്. സോ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ വേണം കമൻറ്റ് ചെയ്യാൻ. ഇനി ഇതിൻ്റെ പെർഫോമൻസ്, ഈ മേഖലയിലാണ് ആ കാരണഭൂതൻ ഇരിക്കുന്നത്. അതായത് എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു പോയ സംഭവം എക്സിനോസ് 2400. സാംസങ്ങിൻ്റെ ഭാഷയിൽ ഇത് ഭയങ്കര തെർമൽ കൺട്രോളൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ് ഈ പ്രൊസസ്സറിലുള്ളതെന്നാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് 1.6S ലാർജർ വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഒക്കെയാണ് വരുന്നത്.
സോ അതൊക്കെ അടക്കം നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിച്ച് വരുമ്പോൾ ഒരു ഹീറ്റിങ്ങിൻ്റെ പ്രശ്നമൊന്നും നമ്മൾ കണ്ടില്ല. ഗെയിമൊക്കെ ഞാനിവിടെ ഇഷ്ടംപോലെ BGMI ഒക്കെ കളിച്ച് നോക്കിയിട്ടും ഹീറ്റൊന്നും വന്നില്ല, അങ്ങനെ ഓവർ ഹീറ്റിൻ്റെ സംഭവമൊന്നും കണ്ടില്ല. അതിൻ്റെ ഒപ്പം തന്നെ സുപ്പീരിയർ പെർഫോമൻസും റേ ട്രേസിംഗ് അടക്കം ഗെയിമുകളിൽ സപ്പോർട്ട് ചെയ്യും ഈ ഫോണിനകത്ത്. ഇതിൽ മാത്രമല്ല കേട്ടോ, 4+ലും ഇതൊക്കെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇവൻ്റെ ചരിത്രം നമുക്കറിയാം. തുടക്കത്തിൽ കാണുന്ന ഈ ഒരു ആവേശം പിന്നെ കാണില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളിൽ എല്ലാവരുടെയും പ്രശ്നം. ഇതിനോടുള്ള ഒരു ഇഷ്ടക്കേടിൻ്റെ കാരണവും അത് തന്നെയാണ്. എന്നാലും കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ യഥാർത്ഥ ചാമ്പ്യൻ എന്ന രീതിയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ച ഒരു ഫോണാണിത്. എന്നാൽ ഇത്തവണ നോക്കുമ്പോൾ അങ്ങനെ യഥാർത്ഥ ചാമ്പ്യൻ എന്ന് പൂർണ്ണ മനസ്സോടെ പറയാൻ തോന്നുന്നില്ല എന്നുള്ളത് സത്യമാണ്. എന്നാലും നിങ്ങൾ ഇതിനെ സ്വീകരിക്കുമോ ഇല്ലയോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും ഷെയർ ചെയ്യണേ. അങ്ങനെ 2 വർഷത്തെ ഇടവേള കഴിഞ്ഞ് എക്സിനോസ് പ്രൊസസർ സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് എ സീരീസ് ഫോണുകളിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. സ്ട്രോങ് കംബാക്ക് എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്കും സന്തോഷമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുക. ഇവരുടെ വിചാരം ഇത് കണ്ട എല്ലാവർക്കും സന്തോഷമാവുമെന്നാണ്. ഇത് എന്താണ് അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും സന്തോഷമാവാനുള്ള ഒരു വക ഈ ഭാഗത്തുണ്ട്. 7 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 7 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ഭാഗത്ത് സന്തോഷിക്കാനുള്ള ഒരു വകയായിട്ട് ഞാൻ കണ്ടത്. ഇനി ഇത് കൂടാതെ സാംസങ്ങിന്റെ യൂഷ്വൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ. അതായത് സാംസങ്ങിന്റെ നോക്ക് സെക്യൂരിറ്റി, സെക്യൂർ ഫോൾഡർ, സാംസങ് വാലറ്റ്, NFC, ക്വിക്ക് ഷെയർ, 5G, Wi-Fi 6E തന്നെ വരുന്നു, Wi-Fi ഡയറക്റ്റ് വരുന്നു, ബ്ലൂടൂത്ത് 5.3 ഉണ്ട്. അങ്ങനെ വേണ്ടുന്ന സാംസങ്ങിന്റെ യൂഷ്വലായ എല്ലാ കാര്യങ്ങളും ഉണ്ട്. One UI 6.1 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 14 ബേസ്ഡ് ആണ്. ഇവിടെ നിന്നാണ് 7 വർഷത്തെ അപ്ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി ലാസ്റ്റ് പോയിന്റ്, ബാറ്ററി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ S24ൽ 4000 mAh ബാറ്ററിയാണ്. ഇതിൽ 4900 mAh. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ കൂടിയ സൈസ് ഉള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്ലസ് മോഡൽ എടുക്കാം. ഈ മോഡലാണ് നിങ്ങൾക്ക് ഇഷ്ടം, ഈ സൈസ് ആണ്, കോമ്പാക്ട് ഫോൺ ആണ് നോക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവനെ തന്നെ ചൂസ് ചെയ്യാം. ഇനി ഇതിന്റെ കളർ വേരിയന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ആംബർ യെല്ലോ എന്ന് പറയുന്ന ഒരു കളർ ഉണ്ട്, ഒനിക്സ് ബ്ലാക്ക് ഉണ്ട്, കോബാൾട്ട് വയലറ്റ് ഉണ്ട്. ആംബർ യെല്ലോ 4ന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, മറ്റു 2 കളർ ഇതിനുണ്ടായിരിക്കും, പ്ലസിനുണ്ടായിരിക്കും. പിന്നെ ഓൺലൈൻ എക്സ്ക്ലൂസീവ്, അവരുടെ സൈറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് 2 കളർ വേറെയുണ്ട്. സഫയർ ബ്ലൂവും ജെയ്ഡ് ഗ്രീനുമാണ് ആ കളറുകൾ. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. പിന്നെ ഇതിന്റെ ഒപ്പം ഇവർ എനിക്ക് 2 കേസും കൂടി അയച്ചു തന്നിട്ടുണ്ട്. ഒരു സ്മാർട്ട് വ്യൂ കേസും ഒരു സാധാരണ കേസും. സെപ്പറേറ്റ് വാങ്ങിക്കാനോട്ടോ വേണമെങ്കിൽ എനിക്ക് തന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഫോണിന്റെ വില എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയാം. ഇതിന്റെ വില 79,999 രൂപയാണ്. ഈ 24ന്റെ വില വരുന്നത്. പ്ലസിന്റെ വില 99,999 രൂപയാണ്. അതായത് 256 GB തന്നെ അതിന് വരുന്നത്. സോ വിലയൊക്കെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ ഈ ഒരു വില തന്നെ, ഒരു അഗ്രസീവ് പ്രൈസിംഗ് എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ അങ്ങനെ പറയൂ. സോ അപ്പോൾ എന്തായാലും അങ്ങനെയാണ് ഗാലക്സി S24, 24 പ്ലസ് തുടങ്ങിയ ഫോണുകളുടെ ഒരു വീഡിയോ. എല്ലാ ഭാഗത്തും അതിൻ്റെ പോരായ്മകളും നല്ല വശങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? മുമ്പത്തെ വെർഷനൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതിലേക്ക് മാറേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? മാറാമെന്ന് തോന്നിയോ? അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. സോ വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ. പിന്നെ S24 Ultra'യുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി കിടക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഐ ഐക്കണിൽ ലിങ്ക് കൊടുത്തേക്കാം.